നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരിൽ ജോലി തട്ടിപ്പ്. കൂടുതൽ പേർ വഞ്ചിതരായതായി സൂചന. പോലീസ് അന്വേഷണം തുടങ്ങി. LDF സർക്കാർ നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പല നല്ല കാര്യങ്ങളും UDF സർക്കാർ അട്ടിമറിച്ചെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി. ഒരു വർഷത്തെ ഭരണം കൊണ്ടുതന്നെ സർക്കാരിനെ ജനങ്ങൾ വെറുത്തെന്നും ജോസ് ബേബി. മണ്ണാർക്കാട് നഗരത്തിൽ ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാൻ നടപടിയായില്ല. ഗർത്തങ്ങൾ അപകടക്കെണിയൊരുക്കുന്നു. ഗതാഗതക്കുരുക്കും രൂക്ഷം. സഹകരണ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ നിന്നും സഹകരണ സംഘങ്ങൾ പിന്നോട്ടു പോയെന്നും CV ബാലചന്ദ്രൻ. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിൽ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരിൽ കൂടുതൽ പേർ ജോലി തട്ടിപ്പിന് ഇരയായതായി സൂചന. ഇതിൽ ഏതാനും പേർ മാത്രമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗൾഫിലുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊഴിലന്വേഷകരിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി മുങ്ങുന്ന വ്യാജ ഏജന്റുമാർക്കെതിരെയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട പട്ടാമ്പി സ്വദേശികളായ ഹരിദാസ് കൃഷ്ണനും ഗോപിനാഥനുമാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്കു പുറമെ 50-ലേറെ പേർ ഇതേ രീതിയിൽ തട്ടിപ്പിന് ഇരയായതായാണ് സൂചന. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിവിധ തൊഴിലുകളിലേക്ക് ആളുകളെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പതിക്കുന്ന പരസ്യത്തിലെ നമ്പറുകളിൽ വിളിക്കുന്നവരാണ് വഞ്ചിതരാകുന്നത്. പരസ്യത്തിലെ നമ്പറുകളിൽ ബന്ധപ്പെടുമ്പോൾ ബയോഡാറ്റ അയച്ചു തരുവാനാണ് ആദ്യം പറയുക. പിന്നീട് 2 ദിവസത്തിനു ശേഷം ഗൾഫിൽ ജോലി ശരിയായിട്ടുണ്ടെന്നും ഉടൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോഴിക്കോട്ട് പോയി എടുക്കണമെന്നും പറയുന്നു. വിസ നമ്പറും വിസ തീയതിയുമില്ലാതെ ഫിറ്റ്നസ് എടുത്തിട്ട് കാര്യമില്ലെന്ന വസ്തുത മറച്ചുവെച്ചാണ് ഇവർ കോഴിക്കോട്ടെ സ്വകാര്യ ലാബിൽ നിന്നും പരിശോധന നടത്താൻ പറയുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് 2250 രൂപയാണ് ലാബുകാർ ഈടാക്കുന്നത്. ഇതിനുശേഷം ഏജന്റിനെ ബന്ധപ്പെടുമ്പോൾ യാതൊരു പ്രതികരണവും ലഭിക്കാറില്ല. അപ്പോഴാണ് വഞ്ചിതരായ വിവരം പലരും മനസ്സിലാക്കുന്നത്. വെലിക്കാണ് സെയിൽസ്മാൻ്റെ വേക്കൻസി പറഞ്ഞേക്കുന്നത്. 1500 ദർഹം സാലറി പറഞ്ഞേക്കുന്നത്. അതിൽ 100 ദർഹം അവർ വിസയ്ക്കും ടിക്കറ്റിനുള്ള പൈസ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ മെഡിക്കൽ കോഴിക്കോട് പോയിട്ട് ഗ്രീൻലാൻഡ് ഹെൽത്ത് കെയർ പോയിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നാസർ ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചു അവിടെ ഉള്ളവർ. അപ്പം നാസറുടെ കെയർ ഓഫിലാന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. സെയിൽസ്മാനാന്ന് പറഞ്ഞാൽ മതി. സെയിൽസ്മാനാന്ന് പറഞ്ഞിട്ട് 2250 റുപ്യ അതിന് പൈസ മേടിക്കുകയും ചെയ്തു ഞങ്ങളിൽ നിന്ന്. 2 പേപ്പറിൽ ഞങ്ങൾ ഒപ്പിട്ട് മേടിക്കുകയും ഞങ്ങൾ മെഡിക്കൽ എടുത്തിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ പിന്നെ നേരിട്ട് ആളെ കാണണമല്ലോ. നമുക്ക് നേരിട്ട് ആളെ കാണണമെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഈ സ്ഥലത്തില്ല, നാസർ എന്ന് പറഞ്ഞ ആൾ സ്ഥലത്തില്ല. വിളിച്ചപ്പോൾ ബാംഗ്ലൂരാണ്, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇതേമാതിരി എൻ്റെ സുഹൃത്തായ ഗോപിനാഥ് പറഞ്ഞ ഒരാളും അയാൾ ഇതേമാതിരി മെഡിക്കലെടുത്തു. അയാൾ വിളിച്ചപ്പോൾ നാസർ എന്ന് പറഞ്ഞ ആൾ ബാലുശ്ശേരിയിലായിരുന്നു. ബാലുശ്ശേരിയിലാണെന്ന് പറഞ്ഞു. പിന്നീട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതും എൻ്റെ കെയർ ഓഫിൽ വേറൊരാളും കൂടിയും പോയിട്ടുണ്ടായിരുന്നു, ബാലചന്ദ്രൻ എന്ന് പറയും. അയാളും പോയിട്ടുണ്ടായിരുന്നു. അയാളും പോയപ്പോൾ അവിടെ ഇല്ല, അവിടെ പരിസരത്താണ്, ഇന്നിപ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അയാളും മെഡിക്കലെടുത്ത് വന്നു. ഇത് പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇത് പറഞ്ഞു, ഇത് ഞങ്ങളെ പോലുള്ള ഇവരെ കബളിപ്പിക്കൽ എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ്. അവർക്ക് ഡോക്ടർക്കും ഇയാൾക്കും കൂടി 25% കമ്മീഷനാണെന്നാണ് ഞാൻ അറിവ് കിട്ടിയേക്കുന്നത്. സ്വകാര്യ ലാബുകാർ ഇത്തരത്തിലുള്ള ഓരോ കേസിലും 20 മുതൽ 25% വരെ കമ്മീഷൻ ഏജന്റുമാർക്ക് കൊടുക്കുന്നതായാണ് അറിവ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. LDF സർക്കാർ നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പല നല്ല കാര്യങ്ങളും UDF സർക്കാർ അട്ടിമറിച്ചെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും CPI നേതാവുമായ ജോസ് ബേബി പറഞ്ഞു. CPI രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് 10 CPI നടത്തുന്ന താലൂക്ക് ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1 വർഷം കൊണ്ട് തന്നെ ഈ UDF സർക്കാരിനെ ജനങ്ങൾ വെറുത്തുവെന്ന് ജാഥയിൽ സംസാരിച്ച മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി പറഞ്ഞു. ഇന്ന് അധികാരത്തിലുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 1 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ജനത ഇത്രയേറെ വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് 1 വർഷത്തിനുള്ളിൽ ഇങ്ങനെയൊരു വെറുപ്പ് സമ്പാദിക്കുവാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു.
കാർഷിക മേഖലയിലുണ്ടായ തകർച്ച നേരിടുന്ന സന്ദർഭത്തിലാണല്ലോ കഴിഞ്ഞ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റ് ചെയ്ത നന്മകളെല്ലാം ഈ ഗവൺമെന്റ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ നടത്തിയ ജനങ്ങളുടെ പ്രയോജനവും അവർക്ക് ലഭിച്ചിട്ടുള്ള ഗുണകരമായ സ്ഥിതിവിശേഷത്തിനെല്ലാം ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ 1500 കർഷകർ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിലാണ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജാണ് ജാഥ നയിച്ചത്. PK ശങ്കരൻ അധ്യക്ഷനായി. EP ശങ്കരൻ, വിജയൻ കുനിശ്ശേരി, PM വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണാർക്കാട് നഗരത്തിലെ ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികളടയ്ക്കാൻ നടപടി ആയില്ല. നഗരത്തിലെ അഴുക്കുചാൽ സംവിധാനം തകരാറിലായതാണ് ദേശീയപാതയിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെടാൻ ഇടയായിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരത്തിലെ കുന്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെയുള്ള ഭാഗങ്ങളിലാണ് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഗർത്തങ്ങളിൽപ്പെട്ട് വാഹനാപകടവും ഗതാഗത തടസ്സവും പതിവാണ്. ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങൾ മഴയ്ക്ക് മുമ്പ് ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും നഗരത്തിൽ പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. ജൂലൈ 12-ന് ടെൻഡർ നടത്തി അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നാണ് പൊതുമരാമത്ത് ജൂലൈ മാസത്തിൽ നടന്ന മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചത് നടപടികൾ ഒന്നും ആയിട്ടില്ലെന്നാണ്. നൊട്ടമലയിലെ കുഴികൾ അടയ്ക്കാൻ 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതിന്റെ നടപടിക്രമങ്ങളും എങ്ങുമെത്തിയിട്ടില്ല. ഇതിനിടെ പാറപ്പൊടി നിറച്ച് കുഴികൾ അടയ്ക്കാൻ അധികൃതർ ശ്രമം നടത്തിയെങ്കിലും അഴുക്കുചാലിലെ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകി വീണ്ടും പഴയപടി തന്നെ ആയിട്ടുണ്ട്. കാര്യക്ഷമമായ അഴുക്കുചാൽ സംവിധാനം ഒരുക്കാത്തതാണ് റോഡ് പെട്ടെന്ന് തകരാൻ ഇടയാക്കുന്നത്. നഗരത്തിൽ അഴുക്കുചാൽ സംവിധാനം കാര്യക്ഷമമാക്കി നടപ്പാത ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞിട്ടും വർഷം 1 കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നതെന്ന് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ പറഞ്ഞു. പല സംഘങ്ങളുടെയും പ്രവർത്തനം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളെക്കാൾ അപ്പുറമായിട്ടുണ്ടെന്നും CV ബാലചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പുഞ്ചപ്പാടത്ത് നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണമായും രാഷ്ട്രീയത്തിനധിഷ്ഠിതമായ സഹകരണ സംഘങ്ങൾ തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വേദിയാക്കി സഹകരണ സംഘങ്ങളെ മാറ്റിയിട്ടുണ്ടെന്നും CV ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തി. പല സംഘങ്ങളുടെയും പ്രവർത്തനം പൂർണ്ണമായി ജനോപകാരപ്രദമായ പ്രവർത്തനത്തേക്കാൾ അപ്പുറമായി. ഇത്തരം സംഘങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതൊക്കെ നമുക്ക് സഹകരണ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഇത് രാഷ്ട്രീയമില്ലാത്ത ഏതെങ്കിലും കേരളത്തിൽ സംഘങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പാലക്കാട്ട് തപ്പി നോക്കിയിട്ട് അങ്ങനെ ഒരു സംഘമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ നേതൃത്വമുള്ള സംഘങ്ങൾ തന്നെയാണ് കേരളത്തിലും പാലക്കാടും ഒക്കെ തന്നെയുള്ളത്. അത് പലതും ആക്ഷേപം ഇല്ല, പലതിനെ സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. പലതും തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്നു. വൻ കൊള്ളകൾ, അഴിമതികൾ നടക്കുന്ന പല സ്ഥാപനങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട്, സംസ്ഥാനത്ത്. പല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു. പല സ്ഥാപനങ്ങളെ സംബന്ധിച്ചും മറ്റു ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടക്കുന്നു. ഇതൊക്കെ നമുക്ക് പലതും കാണാൻ കഴിയുകയാണ്. ഏതായാലും ഇത്തരം അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചിലരുടെ കുത്തകയായി ചില മേഖലകൾ അടക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം അന്വേഷണം നടത്തി അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന് മുമ്പിലും സഹകരണ വകുപ്പ് മന്ത്രിയുടെയും സഹകരണ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിലും വളരെ ശക്തമായി ഒരു ഭരണകക്ഷിയുടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അതിൽ ശക്തമായി അതിൽ ഇടപെടുവാനും അതിന് പരമാവധി പരിഹാരം കണ്ടെത്തുവാനും ശ്രമിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വൻ അഴിമതി നടക്കുന്ന പല സഹകരണ സംഘങ്ങളും ഇന്നും പാലക്കാട് ജില്ലയിലുണ്ടെന്നും ഇത്തരം അഴിമതി നടക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി കേരള സർക്കാരിന്റെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും CV ബാലചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺട്രാക്ട് സൊസൈറ്റിയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. V കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CN ഷാജു ശങ്കർ ആദ്യ വിൽപ്പന നടത്തി. P കൃഷ്ണൻകുട്ടി, P രത്നകുമാർ, രാമകൃഷ്ണൻ, T അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ 3 ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെയും വ്യാപാരികളുടെ ലൈസൻസ് വ്യവസ്ഥകൾ നഗരസഭ പുതുക്കി നിശ്ചയിച്ചു. തിങ്കളാഴ്ച നടന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്.
പെരിന്തൽമണ്ണ നഗരസഭയിലെ മനഴി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെയും ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെയും ജംഗ്ഷനിലെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ലൈസൻസ് വ്യവസ്ഥയാണ് നഗരസഭ പുനഃക്രമീകരിച്ചത്. മനഴി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മുറികളുടെ 2005 ലൈസൻസ് വ്യവസ്ഥകളും മാനത്തുമംഗലം ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മുറികളുടെ 2006 വ്യവസ്ഥകളും ജംഗ്ഷനോട് ചേർന്ന ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 2011 ലൈസൻസ് വ്യവസ്ഥകളും ഇതോടെ ഒന്നായി. ടെൻഡർ ലേല നടപടികളുടെയും പുനരധിവാസത്തിന്റെയും അടിസ്ഥാനത്തിൽ നഗരസഭയുടെ 3 ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ എല്ലാ ലൈസൻസുകൾക്കും ബാധകമാക്കുന്ന 47 നിബന്ധനകൾ ഉൾപ്പെടുത്തിയ ബൈലോയും നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. 1994 കേരള മുനിസിപ്പൽ ആക്ടിലെ വ്യവസ്ഥകളും ബന്ധപ്പെട്ട ചട്ടങ്ങൾക്ക് വിധേയമായി തന്നെയാണ് പുതുക്കിയ വ്യവസ്ഥകൾ. എന്നാൽ പുതിയ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ അദാലത്ത് തീരുമാനവും പരിശോധിക്കും. കുന്തിപ്പുഴ പാലത്തിലെ സിഗ്നൽ സംവിധാനം തകരാറിലായിട്ട് 2 ആഴ്ചയാവുന്നു. കഴിഞ്ഞ ആഴ്ച മണ്ണാർക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ 2 ദിവസത്തിനകം സിഗ്നൽ ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കുമെന്ന് എൻ ഷംസുദ്ദീൻ MLA ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ആയിട്ടില്ല. സിഗ്നൽ സംവിധാനം പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഇടതു സംഘടനകൾ. വീതി കുറഞ്ഞ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് തകരാറിലായിട്ട് 2 ആഴ്ചയാവുന്നു. ഓണം റംസാൻ പ്രമാണിച്ച് നഗരത്തിൽ തിരക്ക് കൂടിവരുന്ന സാഹചര്യത്തിൽ പാലത്തിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇരുഭാഗത്തും പോലീസിന്റെ സേവനമുണ്ടെങ്കിലും പലപ്പോഴും ഗതാഗതം നിയന്ത്രിക്കാനാവുന്നില്ല. മണ്ഡലത്തിൽ അനുവദിച്ച വികസന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം എൻ ഷംസുദ്ദീൻ MLA വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സിഗ്നൽ ലൈറ്റ് 2 ദിവസത്തിനകം അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ MLAയോ ഗ്രാമപഞ്ചായത്തോ അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സിഗ്നൽ ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതു സംഘടനകൾ സമരത്തിനൊരുങ്ങുന്നത്. ദേശീയപാത സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടതു സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്കായി കൊണ്ടുവന്ന ഭീമൻ പൈപ്പുകൾ റോഡിൽ അപകട ഭീഷണിയാവുന്നു. ശ്രീകൃഷ്ണപുരം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്കായി കൊണ്ടുവന്നിരിക്കുന്ന പൈപ്പുകളാണ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുന്നത്. ചാത്തൻകുന്ന് സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്കായി ആന്ധ്രയിൽ നിന്നുമാണ് ഭീമൻ പൈപ്പുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം, മംഗലാംകുന്ന്, അടയ്ക്കാപുത്തൂർ, പുഞ്ചപ്പാടം, കടമ്പഴിപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന മണ്ണാർക്കാട് ഒറ്റപ്പാലം, മുണ്ടൂർ, ചെർപ്പളശ്ശേരി സംസ്ഥാന പാതകൾക്ക് ഇരുവശത്തുമായാണ് പൈപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. റോഡിനോട് ചേർന്ന വശങ്ങളിലാണ് ഇത്തരം പൈപ്പുകൾ വച്ചിരിക്കുന്നത്. ഇത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട്. വാഹനങ്ങൾ പാതയിലൂടെ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് പാതയുടെ വശം ചേർന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഇരുവശത്തേക്കുമായി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയം മിക്ക വാഹനങ്ങളുടെയും വശങ്ങൾ ഭീമൻ പൈപ്പുകളിൽ ഉരസി അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിട്ടുണ്ട്. മാത്രവുമല്ല, ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഇത്തരം കറുത്ത പൈപ്പുകൾ കാണാതെ വരുന്ന വാഹനങ്ങൾ പൈപ്പിൽ ചെന്നിടിച്ചാണ് അപകടം സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവന്ന പൈപ്പുകൾ ഇറക്കിയിട്ട് ചെറുവാഹനങ്ങൾക്ക് യാതൊരു തരത്തിൽ യാത്ര ചെയ്യാനോ സൈഡ് കൊടുത്തു പോകാനുള്ള അവസരമില്ല. അത് കാരണം ഇത് ഏതെങ്കിലും നല്ല വീതിയുള്ള സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിലേക്കോ മാറ്റിയിട്ട് ആവശ്യാനുസരണം കൊണ്ടുവന്നിട്ട് വെക്കാനുള്ള സംവിധാനം ഉണ്ടായ യാത്രക്കാർക്കും എല്ലാ വണ്ടിക്കാർക്കും ഒരു സൗകര്യമായിരിക്കും. സംസ്ഥാന പാത സൈഡിലാണ് കൂട്ടിയത്. ആദ്യത്തെ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ സൈക്കിൾ വഴി 100 കണക്കിന് സൈക്കിളാണ് രാവിലെ സ്കൂളുകളിലേക്കായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഒരു ബസ് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ റോഡിലേക്ക് ഇറക്കിയിട്ട് കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യമില്ല. പിന്നെ ഒരു മോട്ടോർ ബൈക്കും ഒരു ബസ്സും കൂടി വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ സൈഡിലേക്ക് ഇറക്കി നിർത്താതെ യാത്ര ചെയ്യാൻ കഴിയില്ല. തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട് വേണം യാത്ര ചെയ്യാൻ. രാത്രി സമയങ്ങളിൽ ഈ പൈപ്പ് റോഡിന്റെ വക്കത്ത് കിടക്കുന്നത് കാണുമില്ല. അത് കാരണം 2-3 അപകടങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടായതാണ്. അത് കാരണം ഏതെങ്കിലും പറമ്പുകളിലേക്ക് മാറ്റിയിട്ട് അവസരം വരുമ്പോൾ മാത്രം സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ്. നിരവധി അപകടങ്ങൾ ഇതിനകം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പുകൾ ഈ പ്രദേശങ്ങളിൽ കൊണ്ടുവന്നിടുന്ന സമയത്ത് പ്രദേശത്തുകാർ പൈപ്പുകൾ മാറ്റിവെക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ അതിന് തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു. പാതയുടെ ഇരുവശത്തുമായി ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങളിൽ പൈപ്പുകൾ സൂക്ഷിച്ച് ആവശ്യാനുസരണം പൈപ്പുകൾ ഉപയോഗിച്ചാൽ ഇത്തരം അപകടം സംഭവിക്കുന്നത് ഒഴിവാക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രധാന പ്രവർത്തന അജണ്ടയാണെന്ന് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിൽ മുസ്ലിം ലീഗിന് ഒപ്പമെത്താൻ ഒരു സംഘടനയ്ക്കും ഇന്ന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആനമങ്ങാട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച റംസാൻ ക്യാമ്പും ഇഫ്താർ മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം കൊടുക്കാം എന്ന് പെർമിഷൻ സാങ്ഷൻ ഗവൺമെന്റ് ഉത്തരവായി എന്തെല്ലാം കോലാഹലങ്ങളായി പഞ്ചായത്തുകളുടെ പണം CH സെന്റർ ലീഗിന്റെ പേരിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അല്ലെ, എതിരായി അടിച്ചു മാറ്റാൻ അടിച്ചു മാറ്റാൻ നമുക്ക് ആർക്കും വലിയ
പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, പാവപ്പെട്ട ഹൃദ്രോഗികൾക്ക് വേണ്ടി, ഒരു നേരത്തെ മരുന്നിന് പണമില്ലാത്ത അട്ടിക്ക് വകയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ പോലും ചില ആളുകൾക്ക് രസിക്കുന്നില്ല. അത് അവിടെ നിന്നൊക്കെ കടന്ന് പച്ച കാണുന്നത് പോലും വിരോധമായി തുടങ്ങിയിരിക്കുകയാണ്. ഷുക്കൂർ വധക്കേസിലെ പ്രതി പി ജയരാജന്റെ അറസ്റ്റിനെ തുടർന്ന് CPM പ്രവർത്തകർ അഴിച്ചുവിട്ട അക്രമങ്ങളിൽ മുസ്ലിം ലീഗിന് ഭയമില്ലെന്നും കാസർകോട്ടെ DYFI പ്രവർത്തകൻ മനോജിന്റെ മരണം ഉയർത്തി മുസ്ലിം ലീഗിനെ തീവ്രവാദ പ്രസ്ഥാനമായി ചിത്രീകരിക്കാനാണ് CPMന്റെ ശ്രമമെന്നും അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA കുറ്റപ്പെടുത്തി. ആനമങ്ങാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EP അയ്യൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ട്രഷറർ AK മുസ്തഫ, സെക്രട്ടറിമാരായ K അലി അക്ബർ, KP റഷീദ്, ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് താണിപ്പ ഹാജി, സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വല്ലത്തിൽ അലി, ആനമങ്ങാട് മുസ്ലിം ലീഗ് സെക്രട്ടറി TK റൌഫ്, ട്രഷറർ ബഷീർ വല്ലത്തിൽ എന്നിവർ സംസാരിച്ചു. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഹാലിഫ് അഹമ്മദ് കബീർ സഖാഫിയുടെ 2 ദിവസത്തെ റംസാൻ പ്രഭാഷണ പരിപാടി സമാപിച്ചു. തിങ്കളാഴ്ച നടന്ന പ്രഭാഷണ പരിപാടി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പഴേരി മൈതാനിയിലെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിലാണ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച 2 ദിവസത്തെ റമദാൻ പ്രഭാഷണ പരിപാടി നടന്നത്. ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്ന വിഷയത്തിൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖവിയായിരുന്നു 2 ദിവസങ്ങളിലെയും മുഖ്യ പ്രഭാഷകൻ. യുദ്ധത്തിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും പൊട്ടിയ വയറുമായി വാഴ്ത്തരപ്പുകളുടെ മുമ്പിൽ യുദ്ധം ചെയ്ത ആ സമയത്താണ് സഹോദരങ്ങളെ പെരിന്തൽമണ്ണയിൽ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയാൻ നാം ഒരുമിച്ച് കൂടിയത്. തിങ്കളാഴ്ച നടന്ന പ്രഭാഷണ പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. PT ആലി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏലംകുളം ബാപ്പു മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം ബദറിന്റെ സന്ദേശം എന്ന വിഷയത്തിൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രഭാഷണം കേൾക്കാനെത്തിയിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മുണ്ടക്കോട്ടുകുറിശി തൃക്കാരമണ്ണയിൽ RSS രക്ഷാബന്ധൻ ആഘോഷിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗോപിനാഥൻ നായർ അധ്യക്ഷനായിരുന്നു. വിനോദ്, ബാലസുന്ദരൻ, സുധീഷ്, മോഹനൻ, നന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പല ആഭരണങ്ങളെ പോലെയാണ്. നമുക്കറിയാവുന്ന സ്ത്രീകൾ ധാരാളം ആഭരണങ്ങൾ അമ്മമാര് പറയുന്നുണ്ട്. ധാരാളം ആഭരണങ്ങൾ നമ്മുടെ സാമ്പത്തിക ശേഷിക്കും നമ്മുടെ സൗന്ദര്യ ബോധത്തിനും അനുസരിച്ചിരിക്കും. പക്ഷെ തീർച്ചയായും അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന സാരി എന്നുള്ളത്. അതിന്റെ പൊന്നിന്റെ വിലയല്ല അതിനുള്ളത്. അതേ രൂപത്തിൽ കടയിൽ നിന്ന് ചിലപ്പോൾ പലതും വാങ്ങിക്കാൻ കൃത്യമായ മുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മണ്ണാർക്കാട് പഞ്ചായത്ത് 1-ാം മൈൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ശിഹാബ് തങ്ങൾ അനുസ്മരണവും റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. N ഷംസുദ്ദീൻ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് ധിക്കാരികളായ അവിശ്വാസികളോട് 313 പേരടങ്ങുന്ന വിശ്വാസി സംഘം പ്രവാചകന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത് ധർമ്മം ഹക്ക് വിജയിച്ച ദിനമാണ് പരിശുദ്ധ റമദാനിലെ 17 ബദർ ദിനം. ഹബീബ് ഫൈസി കോട്ടപ്പാടം ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് T യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മുജീബ്, അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, C മുഹമ്മദ് ബഷീർ, ഷഫീഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരിൽ ജോലി തട്ടിപ്പ്. കൂടുതൽ പേർ വഞ്ചിതരായതായി സൂചന. പോലീസ് അന്വേഷണം തുടങ്ങി. LDF സർക്കാർ നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പല നല്ല കാര്യങ്ങളും UDF സർക്കാർ അട്ടിമറിച്ചെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി. 1 വർഷത്തെ ഭരണം കൊണ്ടുതന്നെ സർക്കാരിനെ ജനങ്ങൾ വെറുത്തെന്നും ജോസ് ബേബി. മണ്ണാർക്കാട് നഗരത്തിൽ ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാൻ നടപടിയായില്ല. ഗർത്തങ്ങൾ അപകടക്കെണിയൊരുക്കുന്നു. ഗതാഗതക്കുരുക്കും രൂക്ഷം. സഹകരണ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ നിന്നും സഹകരണ സംഘങ്ങൾ പിന്നോട്ടു പോയെന്നും CV ബാലചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.